ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മലയാള സിനിമാ മേഖലയിൽ പുതിയ സംഘടന രൂപീകരിക്കുന്നു. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരിലാണ് പുതിയ സംഘടന. ആഷിഖ് അബു, അഞ്ജലി മേനോൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, രാജീവ് രവി, റിമ കല്ലിങ്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നീക്കം. തൊഴിലാളികളുടെ ശാക്തീകരണമാണ് ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ. സെയ്ഫ് സൈൻലാബ്ദീനുണ്ട് വിവരങ്ങൾ നൽകാനായി. സെയ്ഫ്, മലയാള സിനിമയിൽ ഒരു പുതിയ സംഘടന കൂടി വരികയാണ്. എന്താണ് സംഘടനയുടെ ലക്ഷ്യം? ആരൊക്കെ നേതൃത്വം നൽകുന്നു? ആഷിഖ് അബു ആണ് അതിന്റെ പ്രധാനപ്പെട്ട നേതൃനിരയിലുള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ മറ്റു ചില ആൾക്കാരുമുണ്ട്. സംവിധായകയായ അഞ്ജലി മേനോൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, രാജീവ് രവി, റീമ കല്ലിങ്കൽ, ബിനീഷ് ചന്ദ്ര എന്ന് പറയുന്ന ആൾക്കാരെല്ലാം ഈ നേതൃനിരയിൽ ഉണ്ട്. നേരത്തെ 2 ദിവസം മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഫെഫ്കയുമായി ബന്ധപ്പെട്ട് ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലുള്ള ഒരു സംഘടന രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫെഫ്കയിൽ ചില ആൾക്കാർ സമീപിച്ചിരുന്നു. എന്നാൽ അത് ആര് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരുന്നില്ല. ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സംഘടന ഈ സംഘടന ഒരേ രീതിയിലുള്ള സംഘടനയാണ്. ഒരുപക്ഷെ ആഷിഖ് അബു അടക്കമുള്ളവരായിരിക്കാം അങ്ങനെ സമീപിച്ചിട്ടുള്ളതെന്ന് വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാനും കഴിയുകയും ചെയ്യും. ഇതിന്റെ പേരായി അവർ പറഞ്ഞിരിക്കുന്നത് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരാണ്. അത് തൊഴിലാളികളുടെ ശാക്തീകരണമാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. സമത്വം എന്ന കാര്യം ഇതിനകത്ത് പല ഘട്ടങ്ങളിലായിട്ട് ഈ ചലച്ചിത്ര പ്രവർത്തകർക്ക് കൊടുക്കുന്ന കത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് ഇതിൽ പറയുന്നുണ്ട്. സിനിമാ പ്രവർത്തകർക്ക് എല്ലാവർക്കും, മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും കത്ത് നൽകി തുടങ്ങിയിട്ടുണ്ട്. നീതിയുക്തവും ന്യായപൂർണവുമായ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതിനൊപ്പം തന്നെ എല്ലാവരും ഇതിനോട് സഹകരിക്കണം. സിനിമയെ ആധുനികവൽക്കരിക്കുന്നതിന്റെ കാരണമാണ് വരുന്നത്. സിനിമാ മേഖല കേരളത്തിൽ വലിയ പിന്നോട്ട് ഈ ഘട്ടങ്ങളിൽ പോകുന്നുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ ആധുനികവൽക്കരണവുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സംഘടനയുമായി എല്ലാവരും സഹകരിക്കണം. എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മലയാള സിനിമയെ മുന്നോട്ട് നയിക്കാം എന്ന പ്രഖ്യാപനമാണ് നടത്തുന്നത്. അമ്മയുടെ പിളർപ്പിന് അമ്മയിലുണ്ടായ തർക്കങ്ങൾക്കൊടുവിൽ മലയാള സിനിമയിൽ ഒരു പുതിയ സംഘടന വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സെയ്ഫ്. ഇക്കാര്യത്തിൽ നമുക്ക് ആ സ്ഥിരീകരണമായിട്ടുണ്ട്. സെയ്ഫ് പറഞ്ഞതുപോലെ മുൻപ് നമുക്കൊരു വാർത്ത വന്നിരുന്നു, അമ്മയിൽ ഏതാണ്ട് 20ഓളം അംഗങ്ങൾ ഫെഫ്കയെ സമീപിച്ച് ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതിനായി. ആ കാര്യത്തിൽ ട്രേഡ് യൂണിയൻ രൂപീകരിക്കുകയാണെങ്കിൽ സഹായിക്കാമെന്ന് ഫെഫ്ക അറിയിച്ചതായി വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആഷിഖ് അബുവിന്റെ നേതൃത്വത്തിലുള്ള ഇതേ സംഘം തന്നെയാണോ അമ്മയിൽ നിന്ന് ഈ ട്രേഡ് യൂണിയൻ എന്നൊരു ആവശ്യവുമായി ഫെഫ്കയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുന്നുണ്ടോ? അതായത് അമ്മയുടെ ഒരു പിളർപ്പിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നാണോ സൂചന? അമ്മ പിളരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു ജിൽസി. പക്ഷെ ജിൽസി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പൂർണ്ണമായി എനിക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നില്ല. കാരണം ഇവരാൻ തന്നെയാണോ അവർ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് വരേണ്ടിയിരിക്കുന്നു. ചില ആൾക്കാരുമായി നമ്മൾ സംസാരിച്ച ശേഷം വരും സമയങ്ങളിൽ അതിനകത്തൊരു വ്യക്തത വരുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവരായിരിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇവർ തന്നെയാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അത് വരും സമയങ്ങളിൽ എന്തായാലും നൽകുകയും ചെയ്യാം ജിൽസി. ശരി, സെയ്ഫ് സൈൻലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.